അങ്ങനെ നമ്മൾ ജോർജിയയിലെത്തിയിരിക്കുകയാണ്. പുള്ളിക്ക് ഇംഗ്ലീഷും അറിയില്ല, മലയാളം പിന്നെ അറിയില്ലല്ലോ, ഇംഗ്ലീഷ് ഒട്ടുമേ അറിയില്ല. ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ ഉപയോഗിച്ചാണ് പുള്ളിയായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് റോഡ് സൈഡിൽ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാം. എന്ത് ചെറിയൊരു ലിഫ്റ്റും കുഴപ്പമില്ല. നമ്മളിപ്പോൾ കറക്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് നിൽക്കുന്നത്. ഇതുവഴിയാണ് കേബിൾ കാർ പോകുന്നത്. കേബിൾ കാർ നേരെ പോകുന്നത് അവിടെ കാണുന്ന പള്ളിയിലോട്ട്. പക്ഷേ ആ പള്ളി പണി നടക്കുന്നുണ്ട്, ഒരു പരിപാടി ഇപ്പം നടക്കത്തില്ല. പക്ഷേ നമുക്ക് വേറെ പള്ളിയുണ്ട്, ആ കാണുന്ന പള്ളിയിലോട്ട് നമുക്കൊന്ന് പോകണം. ബ്രിഡ്ജ് ഒരു രക്ഷയില്ല, പോളി സാധനം, നല്ല അടിപൊളി ബ്രിഡ്ജൊന്നും. എന്നെ അടിപൊളി വ്യൂ ആന്ന് നോക്കി. ഇവിടെ കണ്ടിട്ടും ഇങ്ങോട്ട് മതി വരുന്നില്ല. എവിടെ നോക്കിയാലും മൽബറി, വെറുതെ കാട് പിടിച്ച് നിൽക്കുന്നത് വരെ മൽബറിയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ലൊക്കേഷൻ, കീനി ഹിൽസിലുള്ള ദ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. ഇതിപ്പം രാത്രി ഇറങ്ങിയിട്ട് മൂന്നാമത്തെ റെസ്റ്റോറൻ്റ് അതാ പോകുന്നത്. ഇനി അവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇതിപ്പം നടന്ന് വിശപ്പും കൂടുന്നു. ഹായ് ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയൽ, ഇത് അലീന എൻ്റെ വൈഫാണ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് ജോർജിയക്കാണ്. ജോർജിയ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളാണ് ഇവിടുന്ന് പോകാം, കാരണം ഞങ്ങൾ ഓൾറെഡി ദുബായ് സെറ്റിൽഡാണ്. ദുബായിൽ നിന്ന് ജോർജിയക്ക് പോകാൻ നമ്മുടെ എമിറേറ്റ്സ് ഐഡി മാത്രം മതി. സോ ഞങ്ങളത് അങ്ങനെയാണ് അവിടെ പോകാമെന്ന് വെച്ചത്. പ്ലസ് ഞങ്ങളുടെ ഇതൊരു ഹണിമൂൺ ട്രിപ്പ് കൂടാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അതിന് മുന്നേ ഒരു കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ ആ വഴി നമുക്ക് ജോർജിയക്ക് പോയിട്ട് വരാം. എല്ലാവർക്കും നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓവറാക്ട് ചെയ്ത് ചളവാക്കലടാ പുല്ലേ. നമ്മളങ്ങനെ കുറച്ച് അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇപ്പോൾ റൂമിലോട്ട് പോവാണ്. രണ്ടിനും വയ്യ, നടക്കാൻ വയ്യാണ്ട് കിറുങ്ങിയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. എന്താവുമെന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നാലും ഇത് തന്നെ നടപ്പും പരിപാടിയൊക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം എന്താവുമെന്ന്, അല്ലേ ഗൈസ്. നമ്മളിപ്പോൾ അങ്ങനെ ജോർജിയൻ ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. താഴെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:30, പക്ഷെ നമുക്ക് 9:30 ഉള്ളൂ ഫ്ലൈറ്റ്. ഇത്രയും നേരത്തെ ഇറങ്ങിയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈദ് ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം റഷായിരിക്കും എയർപോർട്ടിൽ. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടാണ് ഇത്രയും നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എയർപോർട്ടിൽ പോസ്റ്റ് ആകും. എന്തായാലും നോക്കാം ഗൈസ്. നമ്മളിപ്പം എയർപോർട്ടിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുക, കാരണം ഈദിൻ്റെയൊക്കെ അവധി ആയതുകൊണ്ട് ഭയങ്കര റഷായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ട്രാവൽസ് പറഞ്ഞു ഒരു 4 മണിക്കൂർ മുന്നേ വരെ. നമ്മളാണെങ്കിലും 6 മണിക്കൂർ മുന്നേ എത്തി. ഇതിപ്പോൾ ഗേറ്റിന് നമ്പർ വിട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ചെക്കിങ് ചെയ്തിട്ടാ. എന്നിട്ട് ഞങ്ങളിവിടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഗേറ്റ് നമ്പർ വിടും. അപ്പം അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് കയറണം. ഇപ്പോൾ പോസ്റ്റാണ്, ഇവിടും പോസ്റ്റാണ്. അതെ, റൂമിലെങ്ങും സ്ഥലമില്ലാത്തതിന് ഒരുത്തി നെയിൽ പോളിഷും എടുത്തുകൊണ്ട് എയർപോർട്ടിൽ വന്നിരുന്ന് നെയിൽ പോളിഷ് ചെയ്യുന്നു. എന്തൊരവസ്ഥയാന്ന് നോക്കണേ. കഴിഞ്ഞ നമ്മളങ്ങനെ ഫ്ലൈറ്റിനകത്ത് കയറി. നമുക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ എമർജൻസി എക്സിറ്റിൻ്റെ തൊട്ട് ബാക്കിലുള്ള വിൻഡോ സീറ്റാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് വാഷ്റൂമോ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്ക് അതുവഴി സൈഡിൽ കൂടെ പോകാനുള്ള അത്യാവശ്യം നല്ല ഗ്യാപ്പും ഉണ്ട്. നമ്മൾ വെളുപ്പിനെ ഇറങ്ങിയതായതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു ക്യാപ്പിച്ചീനോ, ഒരു ക്രൊസാൻഡ്, പിന്നെ ഒരു മഫിൻ, പിന്നെ ഒരു വെറൈറ്റിക്ക് ഒരു തുർക്കിഷ് കോഫിയും വാങ്ങി. തുർക്കിഷ് കോഫി സത്യം പറയാമല്ലോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ആകെ വാങ്ങിയല്ലോ എന്നായിപ്പോയി. പിന്നെ ക്യാഷ് കൊടുത്ത് വാങ്ങിയതായതുകൊണ്ട് ശകലം ഒന്ന് കുടിച്ചു. ലാൻഡ് ചെയ്യാനായിട്ട് പോവാണ്.
ജോർജിയ. അങ്ങനെ നമ്മൾ ജോർജിയയിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ആളവിടെ നിൽപ്പുണ്ട്, നമ്മുടെ ഗൈഡ്. പുള്ളിയെ മീറ്റ് ചെയ്യണം. നമ്മളങ്ങനെ ജോർജിയയിലെത്തി. എയർപോർട്ടിന് പുറത്തിറങ്ങി. ഇതാ ഈ പോകുന്ന വെള്ളയും ബ്ലാക്കും ടീഷർട്ട് ഇട്ട സാസ എന്ന് പറഞ്ഞ പേരുള്ള ആളാണ് നമ്മുടെ ഗൈഡ്. പുള്ളിക്ക് ഇംഗ്ലീഷും അറിയില്ല, മലയാളം പിന്നെ അറിയില്ലല്ലോ, ഇംഗ്ലീഷ് ഒട്ടുമേ അറിയില്ല. ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ ഉപയോഗിച്ചാണ് പുള്ളിയായിട്ട് സംസാരിക്കുന്നത്. നമ്മുടെ അപ്പച്ചൻ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിലോട്ടാണ് പോകുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. പുള്ളിയുടെ ഭാഷയിൽ ഏതൊക്കെ പറയുന്നുണ്ടൊന്നും മനസ്സിലാവുന്നൊന്നുമല്ല. ആട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഫ്രീ സിം കിട്ടി. ആ ഫ്രീ സിം ഇടാനുള്ള പരിപാടിയൊക്കെയാണ്. അൺലിമിറ്റഡ് ഡേറ്റ. പക്ഷെ പൈസ കൊടുക്കണം, അത് കമ്പനി അവർ ട്രാവൽസ് കൊടുക്കും. പിന്നെ ഇതിപ്പം സിം ഇട്ടുകൊണ്ടിരിക്കുക. അൺലിമിറ്റഡ് ഡേറ്റ, അൺലിമിറ്റഡ് കോഡ്സും കാര്യങ്ങളുമാണ്. ഈ സിമ്മിൻ്റെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ഞങ്ങളിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്പറെ കണ്ടുപിടിച്ചൊന്ന് സെറ്റ് ആവട്ടെ. ഇവിടുത്തെ ഗുഡ്സ് ട്രെയിനാണെന്ന് തോന്നുന്നു ഇപ്പോൾ പോയത്. ഇവിടെയൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്, മഞ്ഞൊന്നും ഇല്ല. നമ്മൾ മഞ്ഞിൻ്റെ സമയത്തല്ലല്ലോ വന്നത്. പിന്നെ ഈ ട്രാൻസ്ലേഷൻ ഭയങ്കര മെനക്കേട് പിടിച്ച പരിപാടിയാണ്. പുള്ളിക്ക് ഇംഗ്ലീഷ് പോലും അറിയാത്തത് നല്ല മെനക്കേടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ സിമ്മൊക്കെ സെറ്റാക്കി, സിമ്മൊക്കെ ഇട്ടു. അപ്പം ഇനിയിപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇനി ആവശ്യം വരുന്ന ആ സാധനമായിരിക്കും. എന്തായാലും ഇപ്പോൾ ഹോട്ടലിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലിൽ ചെന്നിട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ബാക്കി കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. ഒരു ഐറ്റിനറി തന്നിട്ടുണ്ട്. ഇനി അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇനി ഇറങ്ങണം. റോഡ് സൈഡിൽ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാം. ഇതുവരെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടില്ല, പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്. 3:15 ആകുമ്പോഴത്തേന് ഹോട്ടലിൽ ചെല്ലുമെന്നാണ് മാപ്പ് പറയുന്നത്. ഹോട്ടലിൽ ചെന്നാൽ ഉടനെ തന്നെ നമ്മൾ ലഗേജൊക്കെ റൂമിൽ വെച്ചിട്ട് അന്നേരം തന്നെ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു, റൂമിലോട്ട് പോവാണ്. എന്ത് ചെറിയൊരു ലിഫ്റ്റ്, കുഴപ്പമില്ല. പിന്നെ ഹോട്ടലൊന്നും കുഴപ്പമില്ല. ഹോട്ടൽ സ്പ്ലെൻഡഡ് തിബ്ലിസി. എന്തായാലും കൊള്ളാം. 4 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് ചെന്നിട്ട് നോക്കാം എങ്ങനെയാ റൂം എന്നൊക്കെ. ഫുൾ ഇരുട്ടാണ് ഗൈസ് ഇവിടെ എല്ലാം. നമ്മുടെ നമ്പർ 401 ആണ്. കാർഡിട്ട് നോക്കാം. കയറുന്നുണ്ട്. ഇതാണ് റൂം. ചെറിയ ഒരു റൂം, കുഴപ്പമില്ല. ലൈസൻസ് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ബെഡ്, ഒരു ചെറിയ ബെഡ്. പിന്നെ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. അതെന്തായാലും കാര്യമായി. എവിടെ ചെറിയൊരു ബാൽക്കണിയിൽ അവിടെ നിന്ന് കാണുന്ന കാഴ്ച, ഷീറ്റിട്ട് വീടൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് റൂം. നമ്മുടെ പെട്ടി, വാഷ്റൂം. കാണാൻ കുഴപ്പമില്ല. നല്ലൊരു വാഷ്റൂമൊക്കെയാണെന്ന് തോന്നുന്നു. നല്ലൊരു വാഷ്റൂമാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ, സ്പ്ലെൻഡഡ്. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ സൈഡിലുള്ള ഒരു സ്ഥലമാണ്. രസമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, രസമൊക്കെ ഉണ്ട്. ഇനി നൈറ്റിലൊന്ന് ഇറങ്ങണം. അതിനിപ്പോൾ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞത് വന്ന് നൈറ്റിലൊക്കെ എങ്ങനെ ഇറങ്ങുമെന്ന് അറിഞ്ഞുകൂടാ. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഗൈഡ് വേറെ എങ്ങോട്ടോ പോയി, നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ആ ഗൈഡ് തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളി ഇവിടെ 10 മിനിറ്റിനകത്ത് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിയെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി പുള്ളി വന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. പുള്ളി പറഞ്ഞു നമ്മളെ കൊണ്ട് ഇപ്പോൾ ഇവിടെ പീസ് ഓഫ് ബ്രിഡ്ജ്, ഫ്രീഡം ഓഫ് ബ്രിഡ്ജോ അങ്ങനെ എന്തോ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ആ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോവാം. ആ ബ്രിഡ്ജ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് യൂട്യൂബിലും ഒക്കെ, ഓരോരുത്തർ പോയേക്കുന്നതും ചെയ്തേക്കുന്നതും. പിന്നെ നമ്മുടെ ഇതിനകത്തുള്ളതാണ് ആ ഒരു
ബ്രിഡ്ജ് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ഇപ്പം നമ്മളിപ്പോൾ തന്നെ ഓൾറെഡി 4 മണിയായി. ഇനിയിപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് ഇന്നത്തെ ആ ഐറ്റിനറിയിലുള്ള എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്നല്ല, പറ്റില്ല. അപ്പം മാക്സിമം ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് ആ ബ്രിഡ്ജിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ കാണാം, നല്ല പഴമയുള്ള ഒരു ബ്രിഡ്ജ് കേട്ടാ. സംഭവം കൊള്ളാം, നൈസാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ആ ബ്രിഡ്ജ്. നമ്മൾ ആ ബ്രിഡ്ജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കറക്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് നിൽക്കുന്നത്. ഇതുവഴിയാണ് കേബിൾ കാർ പോകുന്നത്. കേബിൾ കാർ നേരെ പോകുന്നത് അവിടെ കാണുന്ന പള്ളിയിലോട്ട്. പക്ഷേ ആ പള്ളി പണി നടക്കുന്നുണ്ട്, ഒരു പരിപാടി ഇപ്പം നടക്കത്തില്ല. പക്ഷേ നമുക്ക് വേറെ പള്ളിയുണ്ട്, ആ കാണുന്ന പള്ളിയിലോട്ട് നമുക്കൊന്ന് പോകണം. അതിന് പോകുന്നതിന് മുന്നേ നമുക്ക് ആ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ, നേരത്തെ ഓൾറെഡി പറഞ്ഞ ആ ബ്രിഡ്ജിലോട്ട് പോയിട്ട് വരാം. ഈ ബ്രിഡ്ജ് ഇവിടെ, ഇത് പാർക്കല്ലേ, നമ്മളെങ്ങനെയാണ് ബ്രിഡ്ജിൽ പോകുന്നത്? വഴിയും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് കേബിൾ കാർ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട, അത്രയേ ഉള്ളൂ. നമുക്ക് ആ ബ്രിഡ്ജിന് പോകാനുള്ള വഴിയൊന്ന് ഞാൻ ആദ്യം കണ്ടുപിടിക്കട്ടെ. അറ്റ് ലാസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ ബ്രിഡ്ജിലേക്ക് കയറാനുള്ള വഴി. പക്ഷേ അവിടുത്തെ തിരക്ക് നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് എന്തെടുക്കാനോ ഒരു മര്യാദയ്ക്ക് ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ബ്രിഡ്ജിൻ്റെ ഉൾവശം. പക്ഷേ വെള്ളമൊന്നും അത്ര പോരാ കേട്ടോ, നല്ല കലക്കൽ വെള്ളമാണ്. ഒരുമാതിരി നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്യുമ്പോൾ ആറ്റിലൊക്കെ വെള്ളം കണ്ടിട്ടില്ലേ, സെയിം വെള്ളം. പക്ഷെ ബ്രിഡ്ജ് ഒരു രക്ഷയില്ല, പോളി സാധനം, നല്ല അടിപൊളി ബ്രിഡ്ജ്. നല്ല വലിപ്പമൊക്കെ ഉണ്ട്, വീഡിയോയിൽ കാണുന്ന പോലൊന്നും അല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബ്രിഡ്ജാണ്. അങ്ങനെ നമ്മൾ ഈ ബ്രിഡ്ജിൽ നിന്ന് ഇനിയിപ്പോൾ പോവാം. ബ്രിഡ്ജിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതാണ് നൈസ് സാധനമാണ്. ബ്രിഡ്ജൊക്കെ നല്ല വലിപ്പമുണ്ട്, കാണാനും രസമുണ്ട്. പക്ഷേ ഇവിടുത്തെ വെള്ളം എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നത്, നല്ല കലക്കലുണ്ട്. നമ്മുടെ ടൂർ ഗൈഡ് ആണെങ്കിൽ കേബിൾ കാർ, ഞാൻ പറഞ്ഞില്ലേ കേബിൾ കാറിൽ കയറാൻ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മുടെ ടൂർ ഗൈഡ് അവിടെ ക്യൂ നിൽപ്പുണ്ട്. പുള്ളി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് തരാൻ, നമ്മളപ്പോഴത്തേക്കിനൊരു വോക്കിനൊക്കെ പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഈ ഒരു ഏരിയ ഫുള്ളൊന്ന് കവർ ചെയ്തൊന്ന് നടക്കാമെന്ന് വെച്ച്. ഇതാണ് ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ. ഇവിടുന്ന് ഇതെന്താ സംഭവം ഒന്നും അറിയത്തില്ല. പിന്നെ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സ്റ്റെയർ കാണുന്നുണ്ട് മേളിലോട്ട് പോകാൻ. മേളിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ റോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്രിഡ്ജിലോട്ട് പോകാം. അവിടെ ഇവിടുന്ന് കേബിൾ കാർ കഴിഞ്ഞാൽ ആ കാണുന്നതാണ് നമ്മുടെ ഒരു പള്ളി. ഇവിടെ ഫുള്ള് പള്ളികളാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരെണ്ണം, അതിൻ്റെ മേളിലൊരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം, പിന്നെ നമ്മൾ ഈ കേബിൾ കാറിനകത്ത് പോകുന്നത് തന്നെ ഒരു പള്ളിയിലോട്ടാണ്. അവിടെ കണ്ട ആ ഒരു പണി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പള്ളിയിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ അടുത്ത് വരെ പോയിട്ട് കേബിൾ കാറിൽ പോയിട്ട് വരാം. അത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് മേളിൽ വരെ പോയിട്ട് വരാം. അപ്പോൾ പുള്ളി ആ ടിക്കറ്റ് എടുത്ത് തരുന്നിടം വരെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. നടന്ന് കണ്ട് ഇവിടുത്തെ എല്ലാം തീർന്ന്, ഇനിയിപ്പോൾ നടന്ന് കാണാനൊന്നും ഇല്ല ഇവിടെ. ആ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കേബിൾ കാറിൽ മേലെ വരെ ഒന്ന് പോയിട്ട് താഴെ വന്നിട്ട് നമ്മളിവിടെ ഒരു നോക്കി വെച്ചിട്ടുണ്ട്, ഒരു പള്ളി നോക്കി വെച്ചിട്ടുണ്ട്. ആ പള്ളിയിലൊന്ന് പോകണം, ആ കാണുന്ന പള്ളിയിൽ. നമ്മളങ്ങനെ കേബിൾ കാറിൽ കയറി മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലോട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോകുന്തോറും നമുക്ക് താഴെയുള്ള വണ്ടികളും നേരത്തെ കണ്ട ആ ഒരു നദിയും ഒക്കെ കാണാൻ പറ്റും. നമുക്കിപ്പോ ഈ തിബിലിസി മുഴുവൻ കാണാമെന്ന് തോന്നുന്നത്. ആള് നല്ല പേടിച്ചിരിക്കുകയാണ്, കാരണം ഇടയ്ക്ക് വെച്ച് നല്ല കുലുക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് ആ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി വന്നേക്കുന്നത് ഇത്രയും ടോപ്പിലാണ് കാണാണ്ടാ. കാരണം കേബിൾ കാർ വരുന്നത് താഴെ അത്രയും കാര്യങ്ങൾ. നമ്മൾ പോയ ബ്രിഡ്ജൊക്കെ ആ കാണുന്ന അവിടെ ഇതാ നമ്മൾ പോകണമെന്ന് പറഞ്ഞ പള്ളി ഉണ്ടാ. ഇത്രയും ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് ആ പള്ളി നല്ല തലയെടുപ്പോടെ നിൽക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടല്ലേ, ഒരു തണുത്ത കാറ്റും പള്ളി ഇങ്ങനെ കണ്ടു. അത് കൊള്ളാം. എന്നെ അടിപൊളി വ്യൂ ആന്ന് നോക്കി. ഇവിടെ കണ്ടിട്ടും ഇങ്ങോട്ട് മതി വരുന്നില്ല. വീഡിയോ കാണുന്നത് പോലെയല്ല,
നേരിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി, അമ്മാതിരി വ്യൂ. ഇവിടെ ഇത് വന്നില്ലായിരുന്നു നഷ്ടമായിരുന്നേനെ. ഇവിടെ ഒരു പുള്ളിയുണ്ട് പാട്ടൊക്കെ പാടി, അവിടെ പുള്ളി ഡൊണേഷനൊക്കെ സ്വീകരിക്കുന്നതാണ്. Bakıda kurulan şafakta kanadı ya. Bu kalan Cingılı da şırgala. Yol kuram kağıdalmaya yüzüler ya şırgala. Bu kalada şırgala. Cingılı da şırgala. Yol kuram kağıdalmaya yüzüler ya şırgala. Yaşa yaşa. എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ മാർക്കറ്റുകൾ, ഇങ്ങനെ സുവനീർ കാര്യങ്ങളൊക്കെ ഉള്ള കുറേ മാർക്കറ്റുകൾ ഇവിടെ മോളിൽ വരുമ്പോൾ ഉണ്ട്. അകത്തോട്ട് ഇതുവഴി അങ്ങനെ കയറി നമുക്ക് അങ്ങ് മുകളിൽ ചെല്ലാം. നമ്മുടെ കയ്യിലിപ്പോൾ എല്ലാം ഫുള്ള് ഡോളറായിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ലാറിയാണ് ജീവിക്കുന്നത്, ഇവരുടെ മണി. അപ്പം ഇവരുടെ കറൻസി നമുക്ക് ഇനിയിപ്പോൾ വേറെ എക്സ്ചേഞ്ചിൽ പോയിട്ടൊന്ന് മാറിയെടുക്കണം. നമ്മളങ്ങനെ ഇങ്ങ് ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. സൈഡിലൊരു പഴയ ബിൽഡിങ് കാണാം, നല്ല പഴക്കമുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് സൊലോലാക്കി ഹിൽ, അങ്ങനെ എന്താണ് അറിയപ്പെടുന്നത്. പിന്നെ അങ്ങ് ദൂരെ ഒരു സ്റ്റാച്ചു കണ്ടോ, അതാണ് മദർ ഓഫ് ജോർജിയ എന്നറിയപ്പെടുന്നത്. നല്ല കാറ്റുണ്ട്. നേരത്തെ നല്ല ഒരു ഇടിയും പെട്ടി, നല്ല ഇടിയുണ്ട്. ഈ മിന്നലൊക്കെ ഒരു പറഞ്ഞോ. ഇവിടെയൊക്കെ പട്ടി കിടക്കുന്നുണ്ട്, വെറുതെ കിടക്കുന്ന. സ്റ്റാച്ചുവിനൊക്കെ നല്ല വലിപ്പമാണ്. നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്, കാരണം നല്ല കാറ്റ്, ഞാൻ പറഞ്ഞതുപോലെ ഇടിയും വെട്ടുന്നുണ്ട്. അടുത്ത മഴയ്ക്ക് മുന്നേ നമുക്ക് താഴെ ചെല്ലണം. നമ്മുടെ ഗൈഡ് ഫാഫാശാൻ നമ്മളേതാ ഈ കാണുന്ന പള്ളിയിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ആ പള്ളിയിൽ പോയിട്ട് നമുക്ക് ഹോളി ട്രിനിറ്റി പള്ളി വേറെയുണ്ട്, അവിടെ പോകണം. അത് കഴിഞ്ഞ് പിന്നെ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിൽ പോകണം. അത് കഴിഞ്ഞ് ഏതോ ഒരു സ്ട്രീറ്റിൽ പോകണം. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു ആദ്യം ഈ പള്ളിയിലൊന്ന് പോയിട്ട് വരാമെന്ന്. കാരണം അത് കാണുമ്പോൾ നല്ല പഴമയുള്ള പള്ളി, നല്ല ഏരിയ. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്തോ ഒരു കൂടുതലും തടി വെച്ചിട്ടൊക്കെ ഉള്ളൊരു ഭംഗി. ഇതാണ് ഇവിടുത്തെ ആ ഒരു സ്ട്രീറ്റ് വരുന്നത്. ഫോട്ടോഗ്രാഫർ നിന്ന് ഫോട്ടോ എടുക്കുക. നമുക്കല്ലെങ്കിൽ അവൻ മാറിത്തരത്തില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ആ കുതിരക്കകത്തിരിക്കുന്ന ആളെ കണ്ട കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. നല്ല അടിപൊളി വ്യൂ കണ്ട. ഇത് പഴയ പള്ളിയെ തറയും ഒക്കെ നോക്ക്, ഈ ഒരു ഭാഗമൊക്കെ നോക്ക്. അടിപൊളി. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ ഇവിടെ നിൽക്കുന്ന ഒരു ചെടിയാണ്, നല്ല രസമുണ്ട് കാണാൻ, മഞ്ഞ് വീണ് കിടക്കുന്നത്. പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ എന്ത് രസമാണ് പള്ളിയുടെ അകത്ത് കാണാൻ, പഴയ കാര്യങ്ങളും. പക്ഷേ നമ്മൾ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ പുറത്ത് വെച്ച ബോർഡ് കണ്ടത് ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തുകൂടാന്ന്. അതുകൊണ്ട് അതിവിടെ കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ പള്ളിയൊക്കെ ഒന്ന് കയറി കാണുന്നത് എന്ത് രസമാണ്. പള്ളിയുടെ അകമൊക്കെ കാണാൻ ഒരു പ്രത്യേക പോസിറ്റീവ് ഫീൽ കിട്ടും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഹോളി ട്രിനിറ്റി ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ പള്ളിയുടെ അടുത്തേക്ക് എത്താറായെന്ന് തോന്നുന്നു. കാരണം നമുക്കിപ്പോൾ ദൂരെ പള്ളി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ സൈഡിലൊക്കെ ഒരുപാട് പഴയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. പഴയതെന്ന് പറഞ്ഞാൽ നല്ല പഴക്കമുണ്ട്, ആരും ഉപയോഗിക്കുന്നതാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. പിന്നെ റോഡൊക്കെ ഭയങ്കര കൺജസ്റ്റഡാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വണ്ടികളെല്ലാം കൊണ്ട് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതെ, പള്ളിയിലോട്ട് പോകുന്ന വഴി കണ്ട നമ്മുടെയൊക്കെ ഈ നാട്ടിലേക്ക് ഈ ബൈ റോഡൊക്കെ കയറി പോകുന്ന ഒരു റോഡ്. അതിൻ്റെ ഇടയിൽ ഫുള്ള് പഴയ വീടുകളാണ്, ഒരുപാട് പഴയ വീടുകൾ. ഇതൊക്കെ എനിക്കൊന്ന് റെനോവേറ്റ് ചെയ്താൽ തോന്നുന്നു. കുറേ പഴയ വീടുകളും ഈ സൈഡൊക്കെ നോക്ക്, തുരുമ്പടിച്ച് ദ്രവിച്ചിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ പള്ളി ഉണ്ടാ.
ഏറ്റവും കൂടുതലൊരു കാഴ്ച മൾബറി. എന്തോരം മൾബറിയാണ് നമ്മൾ എവിടെ നോക്കിയാലും മൾബറി. വെറുതെ കാട് പിടിച്ച് നിൽക്കുന്നത് വരെ മൾബറിയാണ്. ഈ മൾബറി നിൽക്കുന്നത് നമ്മുടെ ഈ പള്ളിയുടെ അടുത്ത്. ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു പച്ചപ്പും ഈ മൾബറി മരവും നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുടെ മാത്രമല്ല, എന്ത് ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ കുറേ തിന്ന്, മിക്കവാറും മൾബറി തിന്ന് വയറിറക്കുമെന്നാണ് തോന്നുന്നത്. ഇവളാണെങ്കിൽ ഇവിടുന്ന് മാറുന്നില്ല, ഫുൾ മൾബറി. നമുക്കിനിയിപ്പം പള്ളിയിലേക്കൊന്ന് പോവാം. പള്ളിയുടെ ഉള്ളിലൊക്കെ ഒന്ന് കയറണം, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. ഇവിടെ ഒരാൾ മൾബറിയൊക്കെ കഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ പള്ളിയുടെ ഫ്രണ്ടിലൂടെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല. നമുക്ക് ആ സൈഡിലൂടെ കയറണം. നമുക്ക് ആ സൈഡിലൂടെ പള്ളിയുടെ അകത്ത് കയറാം. അത് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് വന്ന് കാണുക. അമ്മാതിരി പള്ളി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ പള്ളി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എൻ്റെ വലിപ്പം കണ്ട വീഡിയോയിൽ നിങ്ങൾക്കത് എങ്ങനെ കാണാൻ പറ്റും, എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ അമ്മാതിരി വലിപ്പവും അതുപോലെ ഭംഗിയുള്ള പള്ളി. ഇതിൻ്റെ അകം എന്ത് രസമായിരിക്കും. പള്ളിയുടെ മുന്നിലുള്ള കുടിക്കുന്ന ഒരു വെള്ളമാണിത്. നമ്മളിതിങ്ങനെ ശരിക്കും കൈ കഴുകുന്നതല്ലേ, അത് കുടിക്കുന്നത് തന്നെയാണ്. അതിങ്ങനെ കയ്യിൽ പിടിച്ച് കുടിക്കുകയല്ല, വാ വെച്ച് തന്നെ ഡയറക്റ്റ് കുടിക്കുന്നത്. വേറെ ഏതോ രാജ്യത്തൊക്കെ അത് അവിടെ മെയിൻ സംഭവം ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതെപ്പോഴാണ് കണ്ടിരിക്കുന്നത്. നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് സൈഡിൽ കൂടെ കയറാമെന്ന് പറഞ്ഞ് സൈഡിൽ വന്നപ്പം സൈഡ് കണ്ടാലും പള്ളിയുടെ ഫ്രണ്ട് പോലെ തന്നെ. കാണുമ്പോൾ പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ആയിട്ടൊക്കെ തോന്നിയാലുണ്ടല്ലോ, എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാൻ. നല്ല വൃത്തി, ഒരു കുപ്പയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം കാണാൻ ഭയങ്കര ഭംഗി. പഴയ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഭംഗി തോന്നുന്നു. ഈ ഒരു സ്ഥലവും ആ ഒരു വഴിയും കാര്യങ്ങളും. നമ്മൾ ആ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിലോട്ട് പോകുന്ന വഴിയാണിത്. ആ പോകുന്ന വഴിക്ക് ഒരു മലയൊക്കെ കയറി ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സൈഡിലും രണ്ട് പള്ളിയല്ല, ഒരു പള്ളിയും അതിൻ്റെ കുരിശടിയാന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും നമുക്കിവിടെ പള്ളികൾ കാണാം. ഇഷ്ടംപോലെ പള്ളികൾ, പഴയ പള്ളികൾ, പുതിയ, കൂടുതലും പഴയ പള്ളികളാണ്. ഇവിടെ നോക്കിയാലും കണ്ട ദൂരെ കാണുന്നത് ഒരു പള്ളിയാണ്. അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് വേറെ പള്ളി. എത്ര പള്ളികളവിടെ. അത് നമ്മൾ ആ കാണുന്ന അതാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം ഈ വീഡിയോ കാണുന്ന പോലൊന്നും അല്ല, നല്ല വലുപ്പമുള്ളൊരു ഐറ്റമാണ്. അടുത്ത് ചെല്ലുമ്പോൾ അറിയാം എൻ്റെ വലിപ്പം. ഞാൻ കാരണം കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ. നമ്മളിപ്പോൾ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പുള്ളിയുടെ പേര് സാസ അണ്ണൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അണ്ണനെ അപ്പോൾ നമ്മൾ സാസ ബ്രദർ. സംഭവം കൊള്ളാം, നൈസാണ്. കുറേ ആൾക്കാരെ ആരൊക്കെയോ അതിനകത്ത് കൊത്തി വെച്ചിട്ടുണ്ടാകും. ഇവിടെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പണിത് വെച്ചേക്കുന്ന എല്ലാ സാധനവും ഒരേലും മലയുടെ മുകളിലായിരിക്കും. ഫുള്ള് സ്റ്റെപ്പുകൾ കാരണം കയറി മനുഷ്യൻ്റെ ഊപ്പാട് വരും. എന്ത് ചെയ്യാൻ പോവാ, ഇരിക്കാൻ പോവാ. ഇതാണ് അവസ്ഥ.
ഇതാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയുടെ ഉൾവശം. സംഭവം നമ്മൾ കാണുന്നതിലും ചിന്തിക്കുന്നതിലും വലുപ്പമാണ്. കണ്ട, അവളുടെ ആ വലിപ്പം വെച്ച് നോക്കാം. ഇവിടെ വെറുതെ വഴിയിലൊക്കെ നടക്കുന്നത് ഹസ്കിയും ലാബും അങ്ങനെയുള്ള പട്ടികളൊക്കെ. നമ്മളവിടെ തെരുവ് പട്ടി നടക്കുന്നതിന് വരെ ഇവിടെ ഹസ്കിയൊക്കെയാണ് നടക്കുന്നത്. ഇവിടുത്തെ തെരുവ് പട്ടികളാണ് ഹസ്കി, ലാബ്, അതിനേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം റൂമിൽ ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങണം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടൽ റൂമിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇപ്പം രാത്രി 11 മണിയായി. എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? നേരത്തെ കടകൾ അടയ്ക്കുമോ അതോ ഇനി ഉണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും ഇറങ്ങി നോക്കിയതാ. എവിടെയെങ്കിലും ഒന്ന് തപ്പിപ്പിടിച്ച് എന്തെങ്കിലും കഴിക്കണം. വിശന്നിട്ട് വയ്യ. ഇന്നത്തെ ദിവസം കഴിപ്പൊക്കെ വളരെ മോശമായിരുന്നു. നല്ല ട്രാഫിക് ബ്ലോക്ക് ഇപ്പോഴും ഉണ്ട്. ഫുഡ് എവിടെ കിട്ടുമെന്നൊന്ന് തപ്പിപ്പിടിക്കണം. ഞങ്ങൾ അങ്ങനെ തപ്പിപ്പിടിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. പക്ഷെ അവിടെ കെബാബ് മാത്രമേ ഉള്ളൂ. ആ സാധനം ഇവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ പോരുന്നു. ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് താല്പര്യമുള്ള ഫുഡല്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ മാപ്പിലൊക്കെ നോക്കി ഒരു ജോർജിയൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം അവിടുത്തെ സ്ഥിതിഗതികൾ. നമ്മൾ ജോർജിയൻ ഫുഡ് നമുക്കതിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ. എങ്കിലും ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞാൽ ഇറങ്ങിയത്. രാത്രി എന്തായാലും ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഒരെണ്ണം കിട്ടിയത് ചെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ജോർജിയൻ ഫുഡ് കഴിക്കാൻ പോയ ഷോപ്പും നമ്മൾ വേണ്ടെന്ന് വെച്ചു. അതും നമ്മുടെ അങ്ങോട്ട് പോരാ. ഷോപ്പൊന്നും കണ്ടിട്ട് അങ്ങോട്ട് നമുക്ക് ഇരിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല അങ്ങോട്ട്. അപ്പോൾ നമ്മൾ തപ്പി പിടിച്ച് ഇപ്പോൾ ഒരു ഇന്ത്യൻ ഹലാൽ റെസ്റ്റോറൻറ്റ് ഒരു 500 മീറ്ററിന് അപ്പുറത്തുണ്ടെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പം രാത്രി ഇറങ്ങിയിട്ട് 3ാമത്തെ റെസ്റ്റോറൻറ്റ് അതാ പോകുന്നത്. ഇനി അവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇതിപ്പം നടന്ന് വിശപ്പും കൂടുന്നു. ഇപ്പോൾ കുറച്ച് ദൂരമായി നമ്മുടെ ഹോട്ടലിൽ നിന്ന്. ഇവിടെ നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പം മെട്രോയുടെ ഒരു അണ്ടർഗ്രൗണ്ടിലൂടെ അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഫുള്ള് വരച്ച്. എന്തായാലും ഇവിടെ കഴിവുള്ളവരാ. നമ്മൾ വരുന്ന വഴിക്ക് ഒരു മലയാളിയെ കണ്ടേട്ടാ. നമ്മൾ അവൻ്റെ അടുത്താണ് ചോദിച്ചത് ഇവിടെ അടുത്തല്ല ഫുഡ് കഴിക്കാൻ വല്ല സ്ഥലമുണ്ടോ എന്ന്. അപ്പോൾ അവനാ പറഞ്ഞത് ഇവിടെ അടുത്ത് ഫുഡ് കഴിക്കാൻ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ടെന്നും പറഞ്ഞ് അവൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ട് പോവുക. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ഇവിടെ എത്തി. പൊറോട്ടയും ചിക്കനും ഒക്കെ ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ പോയി നല്ലോണം ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി കാഴ്ചകളുമായി നാളെ കാണാം. ബൈ.